മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രായമാകുന്ന മാതാപിതാക്കൾ ഏറെ വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് മിക്ക കുടുംബങ്ങളിലും. അവർക്ക് വേണ്ടത്ര പരിഗണനയോ സ്നേഹമോ ശുശ്രൂഷയോ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന മക്കളോ ഇല്ലാത്ത സാഹചര്യം. അത് വർദ്ധിച്ചു വരുന്നിടത്ത് ഹൃദയത്തോട് ചേർത്ത് മക്കള് മാതാപിതാക്കളെ പിടിക്കുന്ന, ഹൃദയത്തിൽ ഇടം കൊടുക്കുന്ന നല്ല മക്കളുള്ള നല്ല കുടുംബങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതുപോലൊരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. തൃശ്ശൂർ അതിരൂപതയിലെ വേലൂപ്പാടം വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തീർത്ഥാടന ദേവാലയ ഇടവകയിൽപ്പെട്ട കുടുംബമാണിത്. വാഴക്കാല ഔസേപ്പ് വെറോനിക്ക ദമ്പതികൾ. പ്രായമായ അവർ 85 83 വയസ്സുള്ള ഈ മാതാപിതാക്കൾ മക്കളെ നല്ല രീതിയിൽ വളർത്തി ദൈവം നൽകിയ 4 മക്കളെയും, ഒരു മകളും 3 ആൺമക്കളും, അവരുടെ പേരക്കുട്ടികളിൽ വരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന മാതാപിതാക്കന്മാർ, നല്ല മാതൃക കൊടുത്ത മാതാപിതാക്കൾ. വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് 67 വർഷം പൂർത്തിയാക്കുന്ന അവർ ഒരു മനസ്സോടെ ഇപ്പോഴും സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുന്നു. മക്കളെ അത് പഠിപ്പിച്ചിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് വാഴക്കാല ഔസേപ്പ് വെറോനിക്ക ദമ്പതികളുടെ ഭവനം. തൃശ്ശൂർ ജില്ലയിലെ വേലൂപ്പാടത്താണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് ജോസഫ് ചർച്ച് വേലൂപ്പാടമാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ഔസേപ്പ് വെറോനിക്ക ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. എൻ്റെ പേര് പോൾ വാഴക്കാല എന്നാണ്. ഞാൻ അപ്പൻ്റെ മൂത്ത മകനാണ്. എൻ്റെ ഭാര്യ ഷോളി പോൾ. എനിക്ക് 3 മക്കളാണുള്ളത്, ഒരു ആണും 2 പെണ്ണും. മകൻ അരുൺ പോൾ, അരുണിൻ്റെ വൈഫ് നീത. പിന്നെ എനിക്ക് രണ്ടാമത്തെ മോള് അനില, മോളുടെ ഹസ്ബൻഡ് നിനോജ്. മൂന്നാമത്തെ മകള് അഞ്ജു, അഞ്ജുവിൻ്റെ ഹസ്ബൻഡ് ലോയിഡ്. ഞങ്ങൾക്ക് 3 പേരമക്കൾ. എൻ്റെ മൂത്ത മകൻ്റെ കൊച്ച് ഏതൻ, രണ്ടാമത്തെ മകളുടെ കൊച്ചിന് അവന് ഇന്ന് സ്കൂളിലുള്ളതാനും വന്നിട്ടില്ല. മൂന്നാമത്തെ മകളുടെ കൊച്ച് ഇവിടെയുണ്ട്. വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ കുടുംബജീവിതം നയിക്കുന്നു, മക്കളും പെരുമക്കളൊക്കെ അടക്കം. അപ്പനെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നും നല്ല നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൻ. അപ്പനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൂട്ടായ്മയാണ്.
എല്ലാ വിശേഷങ്ങൾ എന്നല്ല, ഞങ്ങൾ എല്ലാ മാസവും എല്ലാ സഹോദരങ്ങളും പെങ്ങളടക്കം ഒരുമിച്ച് കൂടി ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എപ്പോഴും അപ്പൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറയുന്നത് തന്നെ അപ്പം പറയുക ഇന്ന് പോകേണ്ട ആവശ്യമുണ്ടോ, നാളെ പോയാൽ പോരെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞങ്ങളെ അവിടെ കൂടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പനും അമ്മയും. അപ്പൻ ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ തരാൻ സാധിച്ചു. അപ്പൻ്റെ കാലഘട്ടത്തിൽ ചെറിയ വർക്കുകളായിരുന്നു, ബിസിനസ്സായിരുന്നു അപ്പനുണ്ടായിരുന്നത്. ആ ബിസിനസ് മേഖലയിൽ തന്നെ ഞങ്ങളെ കൈപ്പിടിച്ച് ഉയർത്താനും, അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 മക്കളും ബിസിനസ് രംഗത്താണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ജോലികൾക്കൊന്നും ശ്രമിച്ചില്ല. കാരണം അപ്പം ചെറിയൊരു പലചരക്ക് കടയായിരുന്നു. ആ കടയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും അങ്ങനെ എല്ലാ തരത്തിലും ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് അപ്പച്ചൻ അമ്മയും. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവികമായ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നതിനും മറ്റുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നതിനൊക്കെ അപ്പൻ അമ്മയും വഴികാട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ ഞാൻ ഒല്ലൂരാണുള്ളത്, എനിക്ക് ഒല്ലൂർ പള്ളിയുടെ കൈക്കാരനും പള്ളി സെക്രട്ടറിയും ഒക്കെ അങ്ങനെ വിവിധ മേഖലകളിൽ ജീവകാരുണ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് നല്ല ഊർജ്ജം അപ്പനമ്മി തന്നിട്ടുണ്ട്. അതിന് നമുക്ക് കിട്ടുന്നൊരു ഓഹരി പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നമ്മൾ എന്നും മുൻപന്തിയിലാണ്. അതൊക്കെ ഞങ്ങൾക്ക് പകർന്നു കിട്ടിയത് അപ്പച്ചൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്നാണ്. കല്യാണം കഴിഞ്ഞ് വന്ന കാലം തൊട്ട് അപ്പനും അമ്മയും എന്നെ സ്വന്തം മകളെ പോലെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. ഞാൻ തിരിച്ചും എൻ്റെ സ്വന്തം അപ്പനെയും അമ്മയും പോലെയാണ് കരുതിയിരുന്നത്. എനിക്ക് യാതൊരു പണികളും ചെയ്യാൻ അറിയാതെയാണ് ഞാൻ വന്നത്. ഒക്കെ അമ്മയും അപ്പനും എനിക്ക് പറഞ്ഞു തന്ന് സഹായിച്ച് തന്നിട്ടുണ്ട്. അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരാളും വിശന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, പാവപ്പെട്ട ഒരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് വേണ്ട ഭക്ഷണവും തിരിച്ച് പോകാനുള്ള വല്ല ബസ് കൂലി എല്ലാം കൊടുത്ത് വിട്ടോളം മക്കളെന്ന് അപ്പൻ എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട്. മക്കളെല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. ഞാൻ ഞങ്ങളുടെ വീട്ടിലത്തെ 2ാമത്തെ മകനാണ്. എൻ്റെ പേര് ബേബി വാഴക്കാല. എൻ്റെ വൈഫ് ഷജി ബേബി. ഒപ്പം തന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ അമൽ ബേബി. അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കല്ലേറ്റിങ്ങരയിൽ നിന്നാണ്. ബോണിയ എന്നാണ് മകളുടെ പേര്. അവർ 2 പേരും ഇപ്പോൾ ന്യൂസിലാൻഡിലാണ്. 2ാമത്തെ മകൻ അതുൽ ബേബി. അവന് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ മുതൽ തന്നെ അമ്മ ഞങ്ങളെ പള്ളിയിലേക്ക് നിർബന്ധമായും നേരത്തെ വിളിച്ച് ആദ്യത്തെ കുർബാനയ്ക്ക് തന്നെ വിടുന്നൊരു പതിവുണ്ടായിരുന്നു. അതുപ്രകാരം ഞങ്ങൾ വിശ്വാസത്തിലും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുകയും അമ്മ ഞങ്ങൾക്കൊരു വഴികാട്ടിയായി സഭയോടൊത്ത് നീങ്ങുന്നതിന് പ്രചോദനം നൽകിയിട്ടുള്ളത്. അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പനാണ് ഞങ്ങളുടെ കൈത്താങ്ങായി നിന്നിട്ടുള്ളത്. ഒപ്പം തന്നെ അപ്പൻ ഞങ്ങളെ ജോലിക്ക് വേണ്ടി വിടുന്നതിനായാലും ബിസിനസ്സിലേക്കായാലും കൈപ്പിടിച്ച് വളർത്തിയിട്ടുള്ളത് അപ്പൻ തന്നെയാണ്. അപ്പൻ പ്രത്യേകിച്ച് അപ്പൻ്റെ ഒരു ഗുണമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പലചരക്ക് കടയാണ്. കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ആൾ വരുമ്പോൾ ചില ദിവസങ്ങളിൽ വരുമ്പോൾ പറയും അവർക്ക് പൈസ ഇല്ലെങ്കിൽ കൊടുത്തു വിട്ടോ, കാരണം അവർ വീട്ടിൽ ഭക്ഷണം വയ്ക്കാൻ ഇല്ലാതെ കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അവർക്ക് അവശത അനുഭവിച്ച് വരുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യമായി വരുന്ന ആരെയും ഞങ്ങൾ വെറുതെ വിടാറില്ല. അത് അപ്പൻ്റെ ഒരു പ്രത്യേക ഗുണം തന്നെയാണ്. ആ ഇത് ഞങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്പം ചിട്ടയിലാണ് കാര്യങ്ങൾ ചെയ്യുക. അത് ഞങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. കാര്യങ്ങളിലെല്ലാം സാമ്പത്തിക അച്ചടക്കം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ അപ്പനാണ്. അതുപ്രകാരം ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് ഈ വീടിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാ സഹോദരങ്ങളും തമ്മിലുള്ള ഐക്യം, അത് ഞാൻ അവിടെ വന്നപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പരസ്പരം എല്ലാവരും നല്ല സ്നേഹത്തോടും സഹോദരത്തോടും കൂടിയിട്ടാണ് കഴിയണത്. പിന്നെ അതുപോലെ ഇപ്പം ഞങ്ങൾ 3 ആണുങ്ങളെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന് 3 പെണ്ണുങ്ങളായാലും എല്ലാവരും സ്വന്തം സഹോദരി പോലെയാണ് ജീവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത് ഞങ്ങളുടെ അപ്പനമ്മയാണ്. അവരതുപോലെയാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നതും ഞങ്ങൾ അവരോട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും. പിന്നെ ഞങ്ങൾക്ക് ഓണമൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പനെല്ലാവർക്കും സാരി മേടിക്കാനായിട്ട് പൈസ തരും. പിന്നെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു, അതിന് എല്ലാവർക്കും ഡ്രസ്സ് മേടിച്ചു. അതൊക്കെയാണ് ഇപ്പം ഞങ്ങൾ ഉടുത്ത് ഇരിക്കുന്ന സാരിയും അത് തന്നെയാണ്. അപ്പം ഞങ്ങൾ അതുപോലെ തന്നെയാണ് അവർ കരുതുന്നതും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഞാൻ അപ്പൻ്റെ ഒരേ ഒരു മകളാണ്. എനിക്ക് 3 ആങ്ങളമാരാണുള്ളത്. എന്നെ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത് മുരിക്കിങ്കൽ ഇടവകയിലേക്കാണ്. എനിക്ക് എൻ്റെ ഭർത്താവ് ജോർജ്. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തത് മകളാണ്,
ടീച്ചറായി ബാംഗ്ലൂർ വർക്ക് ചെയ്യണു. രണ്ടാമത്തവൻ അക്കൗണ്ടൻ്റ് ഓഡിറ്ററായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യണു. മൂന്നാമത്തെ കുട്ടി ബിടെക് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. അപ്പനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ അപ്പനെ കണ്ടിട്ടുള്ളത്. അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അപ്പൻ്റെ ചിരിയാണ്. ഞങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട അവസരങ്ങൾ വന്നാൽ പോലും അപ്പൻ ചിരിച്ചുകൊണ്ട് അതിനെല്ലാം സോൾവ് ആക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹവും കരുതലും കണ്ടുകൊണ്ടാണ് മക്കളായ ഞങ്ങൾ വളർന്നു വന്നത്. അത് ഞങ്ങളുടെ ജീവിതങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിനും കെട്ടുറപ്പിനും അത് വളരെയധികം സഹായകമായിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും അമ്മയുടെ ഒരു മുഖം ഓർക്കുന്നത് രൂപക്കൂടിന് മുമ്പിൽ മാതാവിനോടുള്ള കൊന്ത ചൊല്ലി നിറഞ്ഞ കണ്ണുകളോട് നിൽക്കുന്ന അമ്മയെയാണ് എപ്പോഴും ഓർമ്മയിലെത്തുന്നത്. കാരണം അമ്മയിലൂടെയാണ് ഞങ്ങൾക്ക് ഭക്തി കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഞാനാണെങ്കിലും എൻ്റെ 3 സഹോദരങ്ങളാണെങ്കിലും പള്ളിയുമായും പള്ളിയിലെ വിവിധ സംഘടനകളുമായിട്ടും ഒത്ത് നിൽക്കുകയും അതുപോലെ തന്നെ മാതാവിനോടും ഈശോയോടും വളരെയധികം ഭക്തിയോടും സ്നേഹത്തോടും കൂടി വ്യാപരിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും വഴി ഞങ്ങളുടെ ഇളയപ്പന്മാരായിട്ടും വല്യപ്പന്മാരായിട്ടും അയൽവക്കക്കാരായിട്ടും വളരെയധികം നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി സഹവർത്തിക്കുന്നതിനുള്ള ഒരു ഉപദേശവും അവരുടെ ജീവിതാനുഭവത്തിലൂടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. 1992 ഞാൻ വാഴക്കാല ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നത്. നീണ്ട ഈ വർഷങ്ങൾ അപ്പനെയും അമ്മേനെയും പറ്റി ഓർക്കുമ്പോൾ 128ാമത്തെ സങ്കീർത്തനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ദൈവഭയമുള്ള അപ്പൻ്റെ മക്കളായിട്ട് ഞങ്ങളെ നയിച്ചു എന്ന് വേണം പറയാൻ. ഇതുവരെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അപ്പനോടാണ് ഫസ്റ്റ് അതിൻ്റെ ആലോചന നടത്താറ്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട്. അപ്പൻ്റെ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് തൈകൾ പോലെയാണ് ഞങ്ങളെല്ലാവരും. വളരെ നല്ല നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട്. മിക്ക ദിവസങ്ങളിലും വിളിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പനെ കാണണമെന്ന് തോന്നുമ്പോൾ ആ നിമിഷം ഞങ്ങൾ ഓടിയെത്താറുണ്ട് അപ്പൻ്റെ അടുത്തേക്ക്. നല്ല ഓർമ്മകളാണ് ഞങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെയും ഭാഗത്തു നിന്നുള്ളത്. എൻ്റെ പേര് ബൈജു എന്നാണ്. വാഴക്കാല ഔസേപ്പ് വെറോനിക്ക ദമ്പതികളുടെ താഴെയുള്ള പുത്രനായ ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മേരും കൂടിയാണ് ഞാനും എൻ്റെ കുടുംബവും കഴിയുന്നത്. എനിക്ക് ഭാര്യയും 3 ആൺമക്കളാണുള്ളത്. ഭാര്യ ജിസ്ന, മൂത്ത മകൻ അഭിനിറ്റോ ബൈജു, രണ്ടാമത്തവൻ ആൽബിനോ, മൂന്നാമത്തെ മകൻ അനാൾഡ് ബൈജു. ഞങ്ങൾ അപ്പനോടും അമ്മയോടും ഒപ്പം എൻ്റെ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 18 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ നാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി നല്ല നല്ല ഓർമ്മകൾ മാത്രം ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ്. ഇതുവരെ അങ്ങനെ വല്ലാതൊരു ദുഃഖവും ദുരിതമൊന്നും അപ്പൻ്റെ നിന്നോ അമ്മയുടെ കയ്യിൽ നിന്നോ കിട്ടിയിട്ടില്ല. വളരെയധികം സന്തോഷപ്രദമായ ഞങ്ങളുടെ ജീവിതത്തിന് ഈ മാതാപിതാക്കളെ ഞങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏകദേശം ഒരു 5 മണിക്കൊക്കെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അമ്മ കൊന്തിയും പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് പല ദിവസങ്ങളും കാണാറ്. അതുപോലെ തന്നെ രാവിലെ മുതൽ അമ്മയുടെ പ്രാർത്ഥനകളും ഒപ്പം വൈകുന്നേരം 7 മണിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അത് മാറ്റിവെച്ചുകൊണ്ട് ഗുഡ്നസ് ടിവിയുടെ ജപമാലയിലും തുടർന്നുള്ള പ്രാർത്ഥനകളിലും അമ്മ എല്ലാവരെക്കാളും ഉപരിയായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രചോദനം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ മോനെ നീ വലത്തുറന്ന് തിരിഞ്ഞ് എഴുന്നേറ്റോളോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുരിശ് വരച്ച് ഇറങ്ങിക്കോളോ, അല്ലെങ്കിൽ വണ്ടിയുമ്പോൾ പോകുമ്പോൾ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ സങ്കീർത്തനം 91 പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കോളോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അമ്മയാണ്. ഒപ്പം അപ്പൻ്റെ ഒരു ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് തന്നെയായിരിക്കാം ചെറുപ്പത്തിൽ ഓൾട്ടർ ബോയ് ആയിരിക്കുന്ന സമയം മുതൽ പള്ളിയിൽ പല കാര്യങ്ങളിലും വിശ്വാസത്തിൻ്റെ രീതിയിലായാലും പ്രതിനിധി യോഗത്തിലായാലും ഇപ്പോൾ പാസ്റ്റർ കൗൺസിൽ മെമ്പർ എന്നുള്ള നിലയിലായാലും ഇപ്പം നടത്തുകൈക്കാരനായിട്ട് ഇപ്പോൾ ചുമതലയിട്ടുള്ള സമയത്തായാലും ഒത്തിരിയേറെ പള്ളിയും നമ്മുടെ സഭാവിശ്വാസവുമായിട്ട് ഒത്തുപോകാൻ അപ്പൻ വളരെയധികം ഞങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. 19 വർഷമായി ഞാൻ ഈ വാഴക്കാല കുടുംബത്തിലേക്ക് വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ടാണ് അപ്പനമ്മയെ കരുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല പോലെ നോക്കാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. അവരുടെ രോഗാവസ്ഥയിലാണെങ്കിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്.
അതുപോലെ തന്നെ അപ്പന് എന്ത് വേദനകളും നൊമ്പരങ്ങളും വന്നാലും എന്നോട് ആദ്യം പറയും. അതുപോലെ തന്നെ ചേട്ടന്മാരോട് പറയാൻ പറയും. ഡോക്ടറെ കാണാൻ പോകാനായാലും എല്ലാ കാര്യങ്ങൾക്കും അപ്പം പറയും അവരെ വിളിക്ക്, അവരുടെ കൂടെ പോവാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ എന്നെ എപ്പോഴും വിളിക്കും. അപ്പനും അമ്മയ്ക്കും മക്കളുടെ കൂടെ സന്തോഷിച്ചിരിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ മക്കളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി കഥകൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങാനും അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. എൻ്റെ പേര് അനില. ഞാൻ മൂത്ത മകൻ്റെ മകളാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയി. എന്നാലും അപ്പാപ്പൻ അമ്മാമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പാപ്പനും അമ്മാമ്മയും പപ്പയ്ക്കും അമ്മയ്ക്കും കൊടുത്ത ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ടാണ്. എപ്പോഴും കൂട്ടായ്മയാണ് അപ്പാപ്പൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയാലും എവിടെയായാലും അനിലെ ഇന്ന് വന്നോളോ നമുക്ക് കൂടണം എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഏത് പരിപാടിക്കായാലും ഫംഗ്ഷൻ ആയാലും നമുക്ക് ഇവിടെ അപ്പാപ്പനും അമ്മാമ്മയും ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് തറവാട്ടിക്ക് വരുത്താറുണ്ട്. ഞങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒരു ഓളാണ്. അത് അപ്പാപ്പന് വളരെ ഇഷ്ടമാണ്. അപ്പാപ്പ വന്നിട്ട് പറയും, പോണ സമയം പറയും പോണ എന്ന് നമുക്ക് കുറച്ചും കൂടി നിന്നൂടെ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം വന്ന് പറയാം അമ്മാമ്മോടാ. അപ്പം അമ്മാമ്മ പറയും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മമ്മോട് വന്ന് പറയും അമ്മാമ്മ നല്ല രീതിയിൽ ഞങ്ങൾക്ക് എഴുതാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ അമ്മാമ്മ പറയും എനിക്കറിയായിരുന്നു, ഈശോ ഔസേപിതാവ് വഴി നിങ്ങൾക്കെല്ലാം സാധിച്ചു തരുന്ന അമ്മാമ്മ എപ്പോഴും പറയാറുണ്ട്. പിന്നെ അപ്പം പറഞ്ഞ ഏറ്റവും നല്ല മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ പാവപ്പെട്ടവർ വല്ലവരും ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതൊരിക്കലും തള്ളിക്കളയരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ എവിടെയായിരുന്നാലും അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു കാര്യം അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു. എൻ്റെ പേര് അരുൺ. ഞാനിവിടുത്തെ മൂത്ത പേരക്കുട്ടിയാണ്. അപ്പാപ്പൻ്റെ അമ്മാമ്മേനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഏകദേശം കുറേ പഴക്കങ്ങൾക്ക് മുമ്പേ ഇവിടെ പോയിരുന്നു. പക്ഷെ ആ സമയത്ത് അവർ തന്നിരുന്ന, അതായത് പഠിപ്പിച്ചു തന്നിരുന്ന അല്ലെങ്കിൽ കാണിച്ചു തന്നിരുന്ന മൂല്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണെങ്കിലും പള്ളിയിൽ പോകലാണെങ്കിലും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിലും വളരെ നന്നായിട്ട് അപ്പാപ്പനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേക്കാളുപരി അവർ കാണിച്ചു തരാണ് ചെയ്തു തരുന്നത്. അപ്പോൾ വീട്ടിലുള്ള സ്ഥിരമായ പ്രാർത്ഥനയാണെങ്കിലും അതെല്ലാം ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് അതുൽ. അപ്പാപ്പനും അമ്മാവിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ അപ്പാപ്പനും അമ്മാമ്മയായാലും ഇത്രയൊക്കെ വയസ്സായാലും എന്തൊക്കെ ഉണ്ടായാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മുടെ അടുത്തൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ പിള്ളേരുടെ ഒരു രീതിയിൽ വെച്ച് എന്ത് പറഞ്ഞാലും അവരതേ ഒരു രീതിയിൽ തന്നെ എടുക്കും. എന്നിട്ട് നമ്മുടെ അടുത്തും അതിൻ്റെ പോലെ തന്നെ റിപ്ലൈ നമുക്ക് തരും. ഇപ്പോൾ 4 മണി ആയാലും എന്നെ വിളിക്കും, അതിലെ വന്നേ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കടിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാം, ചായക്കുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ പിള്ളേരായാലും ഇപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു മൈൻഡിലെടുത്ത് ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ അടുത്തൊരു എന്താ പറയുക എതിർത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പറയാണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അതേ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ അടുത്ത് നമ്മുടെ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അപ്പാപ്പനും അമ്മാമ്മയും നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത്. എൻ്റെ പേര് അഭിനിറ്റോ. ഞങ്ങൾ 3 പേരാണ് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കൂടെ ഇവിടെ ഉള്ളത്. ഞങ്ങൾ എന്ത് ചെയ്താലും അപ്പാപ്പനും അമ്മാമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അമ്മാമ്മയും പോക്കറ്റ് മണിയും ഇതൊക്കെ തരാറുണ്ട്. ഡ്രസ്സും അങ്ങനെയൊക്കെ പൈസ തരാറുണ്ട്. പാലകനേ പാപികൾ
സ്വന്തം മക്കളെ പോലെ കരുതുന്ന ഒരു നല്ല ഇടയനാണ് ഡേവിസ് ചിറയത്തച്ഛൻ, ഇടവക വികാരി. ഈ കുടുംബത്തിൻ്റെ മാതാപിതാക്കളെ, മക്കളെ എല്ലാം നല്ലതുപോലെ അറിയുന്ന, അവരുടെ മനസ്സറിയുന്ന നല്ല ഇടയൻ. ആ ഇടയൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. സഭയിൽ, സംഘടനാ പ്രവർത്തനങ്ങളിൽ, ഇടവകയിൽ, ഇതിൻ്റെ ഭരണസമിതികളിലെല്ലാം വാഴക്കാല മക്കളുടെ, സഹോദരങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ഇവിടെ അനുഭവപ്പെടുന്നുമുണ്ട്. അവർക്ക് വലിയ മാതൃകയായിട്ടാണ് ഔസേപ്പ് വേറോനിക്ക ദമ്പതിമാർ ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ ഇളയ മകൻ ബൈജുവിൻ്റെ കൂടെയാണ് ഈ മാതാപിതാക്കന്മാർ താമസിക്കുന്നത്. ബൈജുവിൻ്റെ കുടുംബം ആ മാതാപിതാക്കന്മാരെ വളരെയേറെ സ്നേഹത്തോടും കരുതലോടും കൂടെ അവരെ സംരക്ഷിച്ചു പോരുന്നു. മാതാപിതാക്കന്മാർക്ക് ഒരു ചെറിയ കട വീടിനോട് ചേർത്ത് നടത്തുന്നുണ്ട്. അത് അവർക്ക് വേണ്ടി, അതിൻ്റെ ആവശ്യമില്ലാത്ത മക്കളാണ് അവരെങ്കിലും അപ്പനമ്മമാരുടെ സൗകര്യവും അവരുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുത്ത് അത്രമേൽ അവരെ കരുതി അവരെ സംരക്ഷിച്ചു പോരുന്നു. സ്നേഹത്തോടും ഐക്യത്തോടും കഠിനാധ്വാനത്തോടും പ്രാർത്ഥനയിലുമൊക്കെ ആശ്രയിച്ച് നീങ്ങുന്ന ഈ കുടുംബത്തെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ്. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിൻ്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. കുടുംബം ഒരു മനോഹര ഗാനം, ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് വാഴക്കാല കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. പ്രിയ സഹോദരങ്ങളെ, ഈ നല്ല മാതാപിതാക്കൾ അവരുടെ വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് 67 വർഷം പൂർത്തിയാവുകയാണ്. ദൈവം ഏൽപ്പിച്ച ജീവിത പങ്കാളിയുടെ കരം പിടിച്ച്, ദൈവത്തിൻ്റെ കരം പിടിച്ച് ഒരുമിച്ച് നീങ്ങിയ ആ തീർത്ഥയാത്ര, മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് 67ൻ്റെ സന്തോഷം ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരോടും ചേർന്ന്, കൊച്ചച്ഛനോടും ചേർന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരെ ദൈവതുല്യം കരുതുന്ന പാരമ്പര്യമാണ് മുൻകാലങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നത്. ഇന്നത് മാറി. ഇന്ന് മക്കൾക്ക് മാതാപിതാക്കൾ അധികപ്പറ്റായി മാറുക. ഈ അവസരത്തിൽ എങ്ങനെ നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കൾ കരുതണമെന്ന ഒരു നല്ല സന്ദേശം മാർത്താണ്ഡൻ രൂപതയുടെ മെത്രാൻ അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് പിതാവ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. ഒരു മനുഷ്യൻ ആദ്യം കാണുന്നത് തൻ്റെ അമ്മയുടെ മുഖമാണ്. ആദ്യം ശ്രവിക്കുന്നത് അമ്മയുടെ ശബ്ദമാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയുടെ മുഖമാണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം. തൻ്റെ അമ്മയുടെ ശബ്ദമാണ്
ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള വോയിസ്. കാരണം അതാണ് ആദ്യം കേൾക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ കുഞ്ഞ് അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. ഒരു അമ്മ എന്ന് പറയുന്നത് പകരം വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, ചിലപ്പോൾ അമ്മ കാണിക്കുന്നത് പോലുള്ള ഒരു സ്നേഹം അപ്പൻ കാണിച്ചെന്ന് വരില്ല. പക്ഷേ താൻ അധ്വാനിക്കുന്നത് മുഴുവനും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന മാതാപിതാക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ മാതാപിതാക്കളെ വൃദ്ധമന്ദിരത്തിലും അനാഥാലയങ്ങളിലും കൊണ്ട് വിടുന്നത് വളരെ ദുഷ്കരമായ അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ശ്രദ്ധയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അത് 4ാമത്തെ കൽപ്പനയിലുള്ള ഒരു ഭാഗമാണ് എന്ന് കരുതി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാം, അവരെ സ്നേഹിക്കാം, അവരുടെ സ്നേഹം അനുഭവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനൊരു സ്വപ്നമുണ്ടായിരുന്നു. സ്വർഗത്തിൻ്റെ മറ്റൊരു പതിപ്പ് ഭൂമിയിൽ സ്ഥാപിക്കുക, കുടുംബം. വാസ്തവത്തിൽ ആദത്തിൻ്റെ ഹവ്വായുടെയും കുടുംബം തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. പിന്നീട് അത് നരകമായി മാറി, ദൈവത്തെ മാറ്റി നിർത്തി. അപ്പോൾ സംഭവിച്ചതാണ്. എന്നാൽ ആ കുറവ് പരിഹരിച്ചത് തിരുക്കുടുംബമാണ്. അവിടെയുണ്ട് ഒരു ഔസേപ്പ് പിതാവ്. ഈ വാഴക്കാല കുടുംബത്തിലും ഉണ്ട് ഒരു ഔസേപ്പ്. വാസ്തവത്തിൽ കുടുംബത്തെ നയിക്കുന്ന വ്യക്തി എങ്ങനെയുണ്ടോ കുടുംബവും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഔസേപ്പ് ചേട്ടനും വേറോനിക്ക അമ്മയും ഇവർ രണ്ടുപേരും കൂടി 67 വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് യാത്ര തുടങ്ങിയതാണ്. ദൈവം അവർക്ക് 4 മക്കളെ നൽകി. ആ 4 മക്കളെയും മരുമക്കളും പേരക്കുട്ടികളും കുഞ്ഞുങ്ങൾ അടക്കം 30 പേര് അടങ്ങുന്ന കുടുംബത്തിൻ്റെ വിളക്കായി ഇന്നിവർ പ്രശോഭിക്കുകയാണ്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ വിശ്വാസ പ്രമാണം ചൊല്ലുന്നതല്ല, പ്രവൃത്തിയിലൂടെ, ജീവിതത്തിലൂടെ സ്നേഹം എന്താണെന്നും പ്രാർത്ഥന ജീവിതം, കരുണയുടെ ജീവിതം, പരസ്നേഹത്തിൻ്റെ ജീവിതം, കൂട്ടായ്മയുടെ ജീവിതം മുഴുവനും ജീവിച്ച് കാണിച്ചു കൊടുത്തു. അതാണല്ലോ പാവങ്ങളോട് കരുണ വേണം എന്ന് പറയുമ്പോഴും അത് വെറും പറച്ചിലായിരുന്നില്ല. മക്കളെ കൊണ്ട് കൊട്ടിപ്പിക്കുന്ന പിതാവ് ചെറുപ്പം മുതൽ കരുണയുടെയും കരുതലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹം ഇളം തലമുറ വരെ പകർന്നു നൽകിയ ഈ നല്ല മാതാപിതാക്കൾക്കും 30 പേരടങ്ങുന്ന ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.